ഇതാ നമ്മൾ വെറുതെ മലയാളം ന്യൂസ് ലൈവ് എന്നടിച്ചു നോക്കിയാലുള്ള വീഡിയോസ് ഒന്ന് നോക്കിയാൽ ഇപ്പോൾ കാണുന്നത് കണ്ടോ, മുഴുവൻ എന്താ പുതിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോസ് മാത്രം. 90% അതാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ നമ്മുടെ സമയം ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ തീർന്നു പോകും. ഇതിപ്പോൾ നമുക്ക് പുതിയൊരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി അറിയുന്ന ആളുകളൊക്കെ അവരുടെ ഒരു ധാർമ്മികതയൊക്കെ നമുക്ക് ആദ്യം അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ പലപ്പോഴും പല ദുശ്ശീലങ്ങളും തുടങ്ങുന്നത് സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. സിഗരറ്റ്, സ്മോക്കിംഗ്, ഡ്രഗ്സ്, ലിക്വേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നത് വളരെ ഗ്ലോറിഫൈഡ് ആയിട്ട് ഇത്തരം രൂപങ്ങൾ ഫിലിമിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ നല്ല മൂല്യങ്ങൾ പകർന്നു തരുന്ന കാര്യമായ ഒന്നുമില്ലാത്തൊരു ഫീൽഡ്, അതിൽ നടക്കുന്ന ഇത്തരം ചർച്ചകളെ പറ്റി, അതിലുള്ള ആളുകളെ പറ്റി നമുക്ക് ആദ്യം ബോധ്യമുള്ളൊരു സംഗതിയെ പറ്റി ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പിന്നാലെ അതെന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന എന്തുകൊണ്ട് 4 വർഷം മുമ്പുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ എത്ര പെട്ടെന്ന് ചർച്ചയായി വന്നു, നമ്മളെന്ത് കാണണം എന്നുള്ള മീഡിയയാണ് തീരുമാനിക്കണം. അപ്പോൾ ആ ട്രാപ്പിൽ വീണ് പോകാതെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മെൻ്റലി, ഇൻ്റലക്ച്വലി, നമ്മുടെ ബിസിനസ്, ഇത്തരം കാര്യങ്ങളൊക്കെ, നമ്മുടെ പഠനം, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വിദ്യാർത്ഥികൾക്കോ ജോലി അന്വേഷിക്കുന്നവർക്കോ സാധാരണക്കാർക്കോ ഒക്കെ വല്ല സപ്പോർട്ടും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ റുട്ടീൻ പ്ലാൻ ചെയ്യാം, ഇതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. ഇതൊക്കെ നിർത്തുക, ഒരു കാര്യമില്ല വൃത്തി.